ഹലോ മുത്തുമണീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടാതെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ്സാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നൊരു കാര്യം, നമ്മളിന്ന് ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് പകുതി മെറ്റീരിയൽസ് വൈറ്റ് റെഡ് കോംബോയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ക്രിസ്മസ് കളക്ഷൻസൊക്കെ നിങ്ങൾ എന്താണ് അപ്ലോഡ് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് കളക്ഷൻസ് റെഡി സ്റ്റോക്ക് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ വരെ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് പലതിനും പല റേറ്റാണ്, അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാത്തത് റേറ്റ്. അപ്പോൾ മാക്സിമം എല്ലാവരും ബുക്കിംഗ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്കൊക്കെ കിട്ടും കേട്ടോ. മാക്സിമം നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും ഒന്ന് ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്ത് മാക്സിമം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ എല്ലാ കസ്റ്റമേഴ്സും. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇതാണ് കേട്ടോ. പലതിനും പല റേറ്റാണ്, അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത്. ഇവിടം കൊണ്ട് നമ്മുടെ ക്രിസ്മസ് കളക്ഷൻസ് അവസാനിച്ചു. നെക്സ്റ്റ് വരുന്നത് നോർമലായിട്ടുള്ള മെറ്റീരിയൽസാണ്. നിങ്ങൾക്ക് ക്രിസ്മസിന് ഇപ്പോൾ വൈറ്റ് റെഡ് കോംബോ തന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ രണ്ടും കമ്പൈൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നത്. ബുക്കിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർ ദയവായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാ മെറ്റീരിയൽസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോസ്റ്റുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസും ക്ലോത്തും ആണ്. അതുകൊണ്ട് നമ്മൾക്ക് കൂടുതലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യാനായിട്ട് നോക്കാം മാക്സിമം. അതുകൊണ്ടാണ് നമ്മളെല്ലാ മെറ്റീരിയലും ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പിലും കൂടെ നിങ്ങളൊന്ന് ആഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് കാറ്റലോഗാണ് ഗ്രൂപ്പിൽ വരുന്നത്. ഫോട്ടോസും റേറ്റും എന്ത് മെറ്റീരിയലാണ്, അത് എത്ര മീറ്ററുണ്ട്, അത് ലൈനിങ് അറ്റാച്ച്ഡ് ആണോ, എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ളൊരു കാറ്റലോഗ് വരും, ഡിസ്ക്രിപ്ഷനിൽ പറയും. ആ സംഭവം കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ഗ്രൂപ്പിലിടുന്നത്. അപ്പം നിങ്ങൾക്ക് റേറ്റ് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ എടുക്കാം. ഇന്ന മെറ്റീരിയൽ ഏതാണെന്ന് അതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ടാവും, ക്ലോത്ത് അതേതാണെന്ന് ചൂസ് ചെയ്തിട്ട് അതെടുക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മുടെ ഗ്രൂപ്പ് വഴി ജോയിൻ ചെയ്ത് കഴിഞ്ഞാലുണ്ടാവും. അപ്പം മാക്സിമം ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ജോയിൻ ആവും, കുറച്ച് അപ്ഡേഷൻസ് കഴിയുമ്പോഴേക്കും ലെഫ്റ്റ് ആവും. അവരൊരു പരിധിവരെ ഒരു ഓർഡർ പോലും ചെയ്തിട്ടുണ്ടായിരിക്കുന്ന ആളായിരിക്കണം എന്നില്ല. എങ്കിലും അവർ ജസ്റ്റ് ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്ന, രസത്തിന് വേണ്ടിയിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ലെഫ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാതിരിക്കുക. മാക്സിമം നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർ മാത്രം ജോയിൻ ചെയ്താൽ മതിയാവും. അല്ലാത്തവർ ജോയിൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും നമ്മൾക്കും നിങ്ങൾക്കും ബെനിഫിറ്റ്സ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ സ്ക്രീനിൽ ഒരു നമ്പറാണ് ഇന്ന് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മറ്റൊരു നമ്പർ ചെറിയൊരു കംപ്ലയിൻസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ നമ്പർ ആഡ് ചെയ്യാത്തത്. അപ്പം അതുകൊണ്ടാണ് ആ ഫോൺ ഒരു ചെറിയ രീതിക്കൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ഫോൺ നമ്പർ ആഡ് ചെയ്യാത്തത്. ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ 3 അഡ്മിൻ നമ്പറുണ്ട്. അതിലേതെങ്കിലും ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. എല്ലാ നമ്പറിലും ഡയറക്റ്റ്ലി കോൾ ചെയ്യാതിരിക്കുക. മാക്സിമം നിങ്ങൾ കോൾസ് അവോയ്ഡ് ചെയ്യുക. കാരണം നമുക്ക് കോൾസും കൂടെ എടുക്കാനായിട്ടുള്ള സമയമില്ല. നിങ്ങൾ എത്ര വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കോൾ നോക്കാൻ മാക്സിമം കോൾസ് അവോയ്ഡ് ചെയ്യാറേ ഉള്ളൂ. ഒരു 100 തവണ വിളിച്ചു കഴിഞ്ഞാലും ചില സാഹചര്യത്തിൽ നമുക്ക് കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം കോൾ ചെയ്യാതെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് നോക്കാം. നമ്മൾ വാട്സപ്പാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. വാട്സപ്പ് കോൺടാക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന മെസ്സേജസിന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിപ്ലൈ ചെയ്യാനായിട്ട് മാക്സിമം സ്പീഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പം കസ്റ്റമേഴ്സ് എല്ലാവരും ഒന്ന് സഹകരിക്കും. ഇപ്പം നല്ല തിരക്കുണ്ട് നമുക്ക് ഷോപ്പിലാണെങ്കിലും. അതുപോലെ തന്നെ മെസ്സേജസ് ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അതെല്ലാം കൂടെ വരുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ഡിലേ വരുന്നുണ്ട്. അതുകൊണ്ടാണ് മെസ്സേജസിന് റിപ്ലൈ ചെയ്യാനായിട്ട് താമസം വരുന്നത്. അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഒന്നും കൂടി ഒരു മെസ്സേജ് അയക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിസ്ഡ് കോൾ വാട്സപ്പിൽ ത്രൂ കൊടുക്കുക. അത്രമാത്രം ചെയ്താൽ മതി കേട്ടോ. ഞാൻ എന്തായാലും മെസ്സേജിന് റിപ്ലൈ ചെയ്തതായിരിക്കും. ഒരു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും മാക്സിമം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതൊക്കെ ജനറലായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ, സീ യു സൂൺ.